എല്ലാവർക്കും നമസ്കാരം. ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട Nios +2 വിദ്യാർത്ഥികളെ, നമ്മൾ ഹിസ്റ്ററി എന്ന സബ്ജക്റ്റിൽ നിന്ന് 7ാമത്തെ ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ചാപ്റ്ററിൽ 2 പാർട്ടുകളായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അതായത് എമർജൻസ് ഓഫ് ദ ഗുപ്താസ്, അതുപോലെ ചന്ദ്രഗുപ്ത മൗര്യ, സമുദ്രഗുപ്ത മൗര്യ, ഗുപ്ത പീരിയഡിലെ കാസ്റ്റ് സിസ്റ്റം, പിന്നെന്താണ് ഗുപ്ത പീരിയഡ് എന്തുകൊണ്ടാണ് ഗോൾഡൻ ഏജ് എന്നറിയപ്പെട്ടിരുന്നത്, അഡ്മിനിസ്ട്രേഷൻ, അവരുടെ എക്കണോമിക് സിസ്റ്റം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ആദ്യത്തെ 2 വീഡിയോകളിലായി മനസ്സിലാക്കി. അത് കാണാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ വീഡിയോ പോയി കണ്ടതിന് ശേഷം പാർട്ട് 3യിലേക്ക് വരിക. പാർട്ട് 3യിൽ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നു. അതുപോലെ കഴിഞ്ഞ പാർട്ടിലാണ് നമ്മൾ ഡിക്ലൈൻ അല്ലേ, കോസസ് ഫോർ ദ ഡിക്ലൈൻ ഓഫ് ദ ഗുപ്ത എംപയർ ഒക്കെ പഠിച്ചത്. അപ്പോൾ ഇനി നമുക്ക് ഈ 3ാമത്തെ പാർട്ട് വീഡിയോയിൽ പഠിക്കാനായിട്ടുള്ളത് എന്താണ്, പ്രധാനപ്പെട്ട ഗുപ്ത രാജാക്കന്മാരെ കുറിച്ചിട്ടാണ്. അതായത് റൈറ്റ് ആൻ എസ്സേ ഓൺ ഇമ്പോർട്ടൻറ്റ് ഗുപ്ത റൂളേഴ്സ്. നമ്മൾ ഇപ്പോൾ എക്സാമൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്, ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ച് പാസ്സാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസൊക്കെ പറഞ്ഞു തരാറുണ്ട്. പക്ഷേ എപ്പോഴും ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, നമ്മൾ ഏത് സബ്ജക്റ്റ് ആയാലും ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കുമ്പോൾ അതിലെ കംപ്ലീറ്റ് കാര്യങ്ങളും പഠിച്ചു പോകാൻ സമയമുള്ളവർ എന്ത് തന്നെ ചെയ്യുക, അതിലെ കംപ്ലീറ്റ് കാര്യങ്ങളും പഠിച്ച് തന്നെ പോവുക. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നൊക്കെ ഇത് ചോദിക്കുമെന്ന് ഉറപ്പ് വന്നിട്ടുള്ളത് ഇതുവരെയും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, കഴിയുന്നതും നമ്മൾ ചാപ്റ്ററിൽ ഉള്ള കാര്യങ്ങൾ മുഴുവനായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ എക്സാമൊക്കെ ആകുമ്പോൾ ഒന്നും പഠിക്കാത്തവരുണ്ടാവുമല്ലോ, ജോലിക്കൊക്കെ പോകുന്നവരും അതുവരെ പഠിക്കാൻ സമയം കിട്ടാത്തവരൊക്കെ ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്രയും ക്വസ്റ്റ്യനെങ്കിലും നിങ്ങൾ പഠിക്കൂ എന്ന് പറഞ്ഞിട്ട് വീഡിയോസ് ചെയ്യുന്നത്. എപ്പോഴും ഞാൻ പറയാറുള്ളത് ചാപ്റ്റർ കംപ്ലീറ്റ് പഠിക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് ഈ ഗുപ്ത രാജാക്കന്മാർ ആരൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ഗുപ്ത രാജാക്കന്മാരെന്ന് നോക്കാം. അതിൽ ചന്ദ്രഗുപ്തൻ ഒന്നാമനുണ്ട്. പിന്നെ ആരാണ്, സമുദ്രഗുപ്തൻ, രാമഗുപ്തൻ, ചന്ദ്രഗുപ്തൻ സെക്കൻഡ്, കുമാരഗുപ്തൻ, സ്കന്ദഗുപ്തൻ, ഇത്രയും പേരെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. പ്രധാനപ്പെട്ട ഗുപ്ത രാജാക്കന്മാരെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അതിനു മുന്നേ കുശാനന്മാരെക്കുറിച്ച് മനസ്സിലാക്കിയല്ലേ. കുശാനന്മാരുടെ അധപ്പതനത്തിന്, അവരുടെ സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് ശേഷം ഇന്ത്യയിൽ രാഷ്ട്രീയ ശിഥിലീകരണം നടക്കുകയും നിരവധി ചെറിയ ചെറിയ രാജ്യങ്ങൾ ഉയർന്നു വരികയും ചെയ്തു. ഇത് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഈ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം കലഹിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി, യുദ്ധത്തിലേർപ്പെടുന്ന അവസ്ഥയുണ്ടായി. ഇങ്ങനെ കലങ്ങി മറിഞ്ഞൊരു അന്തരീക്ഷത്തിൽ അത് ഏതാണ്ട് 100 വർഷക്കാലം തുടരുകയും ഒടുവിൽ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ സ്ഥാപനത്തോടുകൂടി അവിടെ ഉണ്ടായിരുന്ന അസ്വസ്ഥതകളൊക്കെ അവസാനിക്കുകയും ചെയ്തു. ഇത് നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ പഠിച്ചതാണ്. പാടലീപുത്രമായിരുന്നു ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു? ശ്രീഗുപ്തനായിരുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. അപ്പോൾ അത് ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ചന്ദ്രഗുപ്തൻ ഒന്നാമൻ AD 319 മുതൽ 334 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അതായത് ഗുപ്തവംശത്തിലെ ആദ്യത്തെ ശ്രദ്ധേയനായ രാജാവ് ചന്ദ്രഗുപ്തൻ ഒന്നാമനായിരുന്നു. ഗുപ്ത സാമ്രാജ്യ സ്ഥാപകൻ ശ്രീഗുപ്തനായിരുന്നു എങ്കിലും ഏറ്റവും പ്രഗത്ഭനായ രാജാവ് എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ്, ചന്ദ്രഗുപ്തൻ ഒന്നാമനായിരുന്നു. AD 320 അധികാരത്തിലെത്തിയ അദ്ദേഹം തൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഗുപ്തവർഷം എന്നൊരു പുതിയ സംവത്സരം തന്നെ ആരംഭിച്ചു. ഏതാണ്ട് 600 വർഷം ഗുപ്തവർഷം പ്രചാരത്തിലുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ചന്ദ്രഗുപ്തൻ മഹാരാജാതിരാജ എന്ന ഒരു പദവി വഹിച്ചിരുന്നു. ശക്തമായ ലിച്ചാവി കുടുംബത്തിലെ കുമാരദേവിയും നമ്മൾ പാർട്ട് 1 പറഞ്ഞതാണ്. കുമാരദേവിയുമായുള്ള വിവാഹം അദ്ദേഹത്തിൻ്റെ ശക്തിയും പ്രശസ്തിയും ഒക്കെ വർദ്ധിപ്പിച്ചു. ഗംഗാതീരത്ത് പ്രയാഗ് വരെയുള്ള പ്രദേശങ്ങളും മഗധയും ചന്ദ്രഗുപ്തൻ തൻ്റെ അധീനതയിൽ കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം ബീഹാർ, ഔധ്, അലഹബാദ്, മഗധ ഇവയൊക്കെ ഉൾപ്പെടുന്നതായിരുന്നു. AD 335 അദ്ദേഹം നിര്യാതനാവുകയും ചെയ്തു. അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മകനായ സമുദ്രഗുപ്തനാണ് അധികാരത്തിൽ വന്നത്. അപ്പോൾ ഇത്ര ഒന്നുകൂടെ പറയാം. ഗുപ്ത സാമ്രാജ്യത്തിലെ ആദ്യത്തെ ശ്രദ്ധേയനായ രാജാവ് ചന്ദ്രഗുപ്തൻ ഒന്നാമനായിരുന്നു. AD 320 അധികാരത്തിൽ അദ്ദേഹം എത്തുന്നത്. അദ്ദേഹമാണ് ഗുപ്തവർഷം ആരംഭിക്കുന്നത്. ഇത് ഏകദേശം 600 വർഷക്കാലം നിലനിന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ശക്തമായ ലിച്ചാവി കുടുംബത്തിലെ കുമാരദേവിയെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. അതും അദ്ദേഹത്തിൻ്റെ പ്രശസ്തി വർദ്ധിക്കുന്നതിന് കാരണമായി. പിന്നെന്താണ്, ഗംഗാതീരത്ത് പ്രയാഗ് വരെയുള്ള പ്രദേശങ്ങളും പിന്നെ മഗധയും ചന്ദ്രഗുപ്തൻ അധീനതയിലാക്കി. പിന്നെ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം ഏതൊക്കെ ഉൾപ്പെട്ടതായിരുന്നു? ബീഹാർ, ഔധ്, അലഹബാദ്, മഗധ ഇതൊക്കെ ഉൾപ്പെട്ടതായിരുന്നു.
335 AD അദ്ദേഹം അന്തരിക്കുകയും അദ്ദേഹത്തിൻ്റെ മകനായ സമുദ്രഗുപ്തൻ അധികാരത്തിൽ വരികയും ചെയ്തു. എളുപ്പമല്ലേ ഇത്രയും? ഇനി അപ്പോൾ സമുദ്രഗുപ്തൻ ഗുപ്ത അധികാരം വികസിപ്പിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടി ഒരു ആക്രമണ പരമ്പര തന്നെ നടത്തിയ ആളായിരുന്നു. വടക്കേ ഇന്ത്യയിലും മധ്യ ഇന്ത്യയിലുമായി 9 രാജാക്കന്മാരെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. എന്നിട്ട് ഡെക്കാനിലെയും ദക്ഷിണ ഇന്ത്യയിലെയും 12 രാജാക്കന്മാരെ കൂടി ഇദ്ദേഹം തോൽപ്പിച്ചു. പിടിച്ചടക്കിയ ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഇവിടെ സ്വാഭാവികമായിട്ടും ഏതിനോട് കൂട്ടിച്ചേർത്തു? ഗുപ്ത സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കുന്നതിന് പകരം ഇവരെന്താണ് ചെയ്തതെന്നറിയാമോ? അവിടെ ഉണ്ടായിരുന്ന രാജാക്കന്മാർ, ഇത് പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. സാധാരണ എന്താണ് ചെയ്യാറുള്ളത്? സ്വാഭാവികമായും പിടിച്ചെടുക്കുന്ന പ്രദേശങ്ങൾ സ്വന്തം സാമ്രാജ്യത്തോട് ചേർക്കുകയാണ് പതിവ്. പക്ഷേ ഇവിടെ ഇദ്ദേഹം സമുദ്രഗുപ്തൻ ചെയ്തതെന്ന് പറഞ്ഞാൽ എവിടെയാണോ പിടിച്ചടക്കിയത് ആ രാജാക്കന്മാരെ തന്നെ അങ്ങ് ഏൽപ്പിക്കുകയോ അവരിൽ നിന്ന് നികുതി വാങ്ങുകയോ ചെയ്തത്. അതുപോലെ തന്നെ ദൂരസ്ഥലമായ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളെ യാത്രാ സൗകര്യത്തിനും വേണ്ടിയിട്ട് വാർത്താവിനിമയ സൗകര്യവും ഇതൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം നേരിട്ട് നിയന്ത്രണത്തിൽ കൊണ്ടുവരിക ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെയുള്ള രാജാക്കന്മാരെ തന്നെ എന്ത് ചെയ്തത്? ഭരണം ഏൽപ്പിച്ചത്. ഇനി വടക്ക് ഹിമാലയം മുതൽ തെക്ക് നർമ്മദ വരെയും കിഴക്ക് ബ്രഹ്മപുത്ര മുതൽ പടിഞ്ഞാറ് ചമ്പൽ വരെയും വ്യാപിച്ച് കിടക്കുന്നതായിരുന്നു സമുദ്രഗുപ്തൻ്റെ സാമ്രാജ്യം. ഇത് നമ്മൾ ഈ പറയുന്ന ഓരോ രാജാക്കന്മാരെക്കുറിച്ചും എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ മറ്റ് വീഡിയോകളിൽ നിങ്ങളത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത്രയും വിശദമായിട്ടല്ലെങ്കിലും നമ്മൾ പറയുന്നുണ്ട് കേട്ടോ അവരെക്കുറിച്ച്. അപ്പോൾ ഇവരുടെ സാമ്രാജ്യം വടക്ക് ഹിമാലയം മുതൽ തെക്ക് നർമ്മദ വരെയും കിഴക്ക് ബ്രഹ്മപുത്ര മുതൽ പടിഞ്ഞാറ് ചമ്പൽ വരെയും വ്യാപിച്ച് കിടക്കുന്നതായിരുന്നു. അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതിയാണ് ഈ പറഞ്ഞത്. വളരെ കാലം നീണ്ടുനിന്ന യുദ്ധങ്ങളിലൂടെയും പിടിച്ചടക്കലുകളിലൂടെയും ഒക്കെ എന്ത് ചെയ്തു? ഒരുപാട് പ്രദേശങ്ങൾ കീഴടക്കി. പിന്നെന്താണ്? അശ്വമേധ യാഗം നടത്തി. സമുദ്രഗുപ്തൻ ആക്രമണോത്സുകനായൊരു രാജാവും അതുപോലെ ധീരനായൊരു യോദ്ധാവും മാത്രമായിരുന്നില്ല. പിന്നെന്താണ്? പ്രതിഭാധനനായൊരു രാജ്യതന്ത്രജ്ഞനായിരുന്നു, കലാകാരനായിരുന്നു, സംഗീതജ്ഞൻ, നയതന്ത്രജ്ഞൻ, പണ്ഡിതൻ, ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ കഴിവുള്ള ആൾ ആയിരുന്നു സമുദ്രഗുപ്തൻ. മനസ്സിലായല്ലോ? ശാകന്മാരും കുശാനന്മാരും ഈ ഗുപ്തന്മാർ വരുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ഈ ശാകന്മാരും കുശാനന്മാരുമായുള്ള വിവാഹബന്ധത്തിലേർപ്പെട്ട് അദ്ദേഹം അവരുമായിട്ടുള്ള സൗഹൃദം നിലനിർത്തുകയും ചെയ്തു. ഈ സമുദ്രഗുപ്തൻ മതസഹിഷ്ണുതയുള്ള രാജാവായിരുന്നു. ഇത് നമ്മൾ പറഞ്ഞതാണ്. അതിൻ്റെ തെളിവാണ് അദ്ദേഹം ബുദ്ധമത സന്യാസാശ്രമം പണി കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. ബോധഗയയിൽ ഒരു ബുദ്ധ സന്യാസ ആശ്രമം പണി കഴിപ്പിച്ചു. ശ്രീലങ്കൻ രാജാവിന് എന്ത് ചെയ്തു? ഈ ബുദ്ധ സന്യാസ ആശ്രമം അദ്ദേഹമല്ല പണി കഴിപ്പിക്കുന്നത്. ആരാണ് പകരം? ശ്രീലങ്കൻ രാജാവ്. ഈ രാജാവിന് അനുമതി നൽകുകയൊക്കെ ചെയ്തു. അതിൽ നിന്ന് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ മതസഹിഷ്ണുതയെക്കുറിച്ച് മനസ്സിലാക്കുക. ഇത് പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ പഠിച്ചതാണ്. ശ്രീലങ്കൻ രാജാവിന് അനുമതി കൊടുക്കുന്നതിന് ബുദ്ധ സന്യാസ ആശ്രമം ശ്രീലങ്കൻ രാജാവാണ് പണിതതെങ്കിലും അതിനുള്ള അനുമതി നൽകിയതിൽ യഥാർത്ഥത്തിൽ അത് പണിയാനുള്ള കാരണക്കാരൻ ആര് തന്നെയാണ്? സമുദ്രഗുപ്തൻ തന്നെ ആയിരുന്നു. നെക്സ്റ്റ് രാമഗുപ്തൻ. അപ്പോൾ ഈ സമുദ്രഗുപ്തനെ തുടർന്ന് അധികാരത്തിൽ വന്ന രാമഗുപ്തൻ വളരെ കുറച്ചു കാലം മാത്രമേ ഭരിച്ചിരുന്നുള്ളൂ. ഏതാണ്ട് ഒരു 5 വർഷക്കാലം അത്രയേ രാമഗുപ്തൻ്റെ ഭരണകാലഘട്ടമായിട്ട് പറയപ്പെടുന്നുള്ളൂ. നെക്സ്റ്റ് അതിനെ തുടർന്ന് വരുന്നത് ചന്ദ്രഗുപ്തൻ രണ്ടാമനായിരുന്നു. അപ്പോൾ ഈ ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ രണ്ടാമൻ AD 380 അധികാരത്തിൽ വരുന്നത്. തൻ്റെ സഹോദരൻ്റെ കാലത്ത് താറുമാറായ ഭരണ സംവിധാനം അദ്ദേഹം വീണ്ടും ഉറപ്പിച്ചു നിർത്തുകയുണ്ടായി. സാമ്രാജ്യത്വ വികസന നയം പിന്തുടർന്ന ചന്ദ്രഗുപ്തൻ രണ്ടാമൻ ആക്രമണങ്ങളിലൂടെയും വിവാഹബന്ധങ്ങളിലൂടെയും തൻ്റെ സാമ്രാജ്യത്തെ പരമാവധി വികസിപ്പിക്കുകയുണ്ടായി. ബംഗാളും വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലെ ചെറിയ റിപ്പബ്ലിക്കുകളും കീഴടക്കിയതിന് ശേഷം അദ്ദേഹം ആർക്കെതിരെ തിരിയുകയാണ്? ശാകന്മാർക്കെതിരെ തിരിഞ്ഞു. അപ്പോൾ ഈ ശാകന്മാരുമായിട്ടുള്ള യുദ്ധത്തിന് മുൻ യുദ്ധങ്ങളെക്കാൾ പ്രാധാന്യം ഉണ്ടായിരുന്നു. മാൾവയായിരുന്നു സൈനിക നടപടികളുടെ കേന്ദ്രം. അപ്പോൾ ഇത്രയും ഒന്നുകൂടെ നോക്കാം. ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ രണ്ടാമൻ AD 380 അധികാരത്തിൽ വരുന്നത്. തൻ്റെ സഹോദരൻ്റെ കാലത്ത് താറുമാറായ ഭരണം അദ്ദേഹം ഉറപ്പിച്ചു നിർത്തുകയുണ്ടായി. അദ്ദേഹം എന്ത് ചെയ്തു? സാമ്രാജ്യത്വ വികസന നയം അത് പിന്തുടർന്ന ചന്ദ്രഗുപ്തൻ രണ്ടാമൻ ആക്രമണങ്ങളിലൂടെയും
ബന്ധങ്ങളിലൂടെയും വിവാഹ ബന്ധങ്ങളിലൂടെയും തൻ്റെ സാമ്രാജ്യത്തെ പരമാവധി വികസിപ്പിക്കുകയുണ്ടായി. ബംഗാളും വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലെ ചെറിയ ചെറിയ റിപ്പബ്ലിക്കും ഒക്കെ കീഴടക്കിയതിന് ശേഷം ആർക്കെതിരെ തിരിയുകയാണ്? ശാകന്മാർക്കെതിരെ തിരിഞ്ഞു. ഈ ശാകന്മാരുമായിട്ടുള്ള യുദ്ധത്തിന് നേരത്തെ നടത്തിയ യുദ്ധങ്ങളെക്കാൾ പ്രാധാന്യവും ഉണ്ടായിരുന്നു. ഇവരുടെ സൈനിക കേന്ദ്രം എന്ന് പറയുന്നത് മാൾവ. ഏതായിരുന്നു? മാൾവയായിരുന്നു ഇവരുടെ സൈനിക നടപടികളുടെ കേന്ദ്രം. ഈ ശാകന്മാർക്ക് നേരെ തിരിഞ്ഞു എന്ന് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞല്ലേ. അപ്പോൾ ഇവർ ഈ ശാകരാജാവായ രുദ്രസിംഹൻ മൂന്നാമനെ എന്ത് ചെയ്യുകയാണ്? ഈ രുദ്രസിംഹൻ മൂന്നാമനെ ചന്ദ്രഗുപ്തൻ തോൽപ്പിക്കുകയും അദ്ദേഹത്തെ വധിച്ചു കളയുകയും ചെയ്തു. ഇതോടെ പശ്ചിമ ഇന്ത്യയിലെ ശാകഭരണത്തിന് അന്ത്യം കുറിക്കുകയും ചെയ്തു. അതോടുകൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ അവരുടെ ശാകവംശം തന്നെ അതിന് തന്നെ അന്ത്യമാകുന്നത്. ശാകന്മാരുടെ പ്രദേശങ്ങൾ ഗുപ്ത സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തു. പിന്നെ എന്ത് ചെയ്തു? ഈ വിജയത്തിന് ശേഷമാണ് വിക്രമാദിത്യൻ എന്ന ബഹുമതി ആര് സ്വീകരിക്കുന്നത്? ഈ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ. അപ്പോൾ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ ശാകന്മാരുടെ രാജാവായ ആരെ വധിക്കുകയാണ്? രുദ്രസിംഹനെ വധിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? അവരുടെ പ്രദേശം ഗുപ്ത സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തു. ഇതിൻ്റെ വിജയത്തിന് ശേഷമാണ് ചന്ദ്രഗുപ്തൻ വിക്രമാദിത്യൻ എന്ന ബഹുമതി കൂടി സ്വീകരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം, സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം പാടലീപുത്രത്തിൽ നിന്ന് പിന്നെ എങ്ങോട്ട് മാറ്റുകയാണ്? ഉജ്ജയിനി. പാടലീപുത്രത്തിൽ നിന്ന് അതുവരെ എവിടെയായിരുന്നു? പാടലീപുത്രമായിരുന്നു. അതിൽ നിന്നും ഉജ്ജയിനിയിലേക്ക് മാറ്റി. ചന്ദ്രഗുപ്തൻ രണ്ടാമൻ ശാകാരി എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ തൻ്റെ സാമ്രാജ്യം വിപുലീകരിക്കുക മാത്രമല്ല ഏകീകരിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ എന്താണ്? രാജ്യത്തിന് മുഴുവനായിട്ടും ഒറ്റ നിയമവ്യവസ്ഥയൊക്കെ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ ഏകീകരിക്കുക എന്ന് പറയുന്നത്. കലകളെയും സാഹിത്യത്തെയും അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ച ഭരണാധികാരിയായിരുന്നു ചന്ദ്രഗുപ്തൻ. എളുപ്പമല്ലേ ഇത്? കാളിദാസൻ ഉൾപ്പെടെയുള്ള നവരത്നങ്ങൾ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തെ അലങ്കരിച്ചിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് പ്രശസ്തനായ ചൈനീസ് സഞ്ചാരിയായ ഫാഹിയാൻ ഇന്ത്യ സന്ദർശിക്കുന്നത്. ഓക്കെ, എളുപ്പമല്ലേ ഇത്? നെക്സ്റ്റ് അടുത്ത ഭരണാധികാരി എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ തുടർന്ന് വന്നത് കുമാരഗുപ്തനായിരുന്നു. അപ്പോൾ ചന്ദ്രഗുപ്തൻ രണ്ടാമന് ശേഷം അധികാരത്തിൽ വന്നത് കുമാരഗുപ്തനായിരുന്നു. ഏതാണ്ട് 40 വർഷത്തിലധികം അധികാരത്തിലിരുന്ന അദ്ദേഹത്തിൻ്റെ കാലത്ത് വലിയ ആക്രമണങ്ങളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ചന്ദ്രഗുപ്തൻ രണ്ടാമന് ശേഷം അധികാരത്തിൽ വന്നത് ആരായിരുന്നു? കുമാരഗുപ്തനായിരുന്നു. 40 വർഷത്തിലധികം അധികാരത്തിലിരുന്ന അദ്ദേഹത്തിൻ്റെ കാലത്ത് വലിയ രീതിയിലുള്ള ആക്രമണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇദ്ദേഹം ഒരു സഹിഷ്ണുതയുള്ള ആളായിരുന്നു. സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഉൾക്കൊള്ളാനും സഹിക്കാനും ഒക്കെ ഉള്ളൊരു മനസ്സുള്ള ആളായിരുന്നു. ഏതാണ്ട് 40 വർഷത്തിലധികം അധികാരത്തിലിരുന്ന അദ്ദേഹത്തിൻ്റെ കാലത്തെ ലിഖിതങ്ങളും നാണയങ്ങളും അന്ന് വ്യാപാരവും വാണിജ്യവും അഭിവൃദ്ധി പ്രാപിച്ചിരുന്നു എന്നും അധികാര വികേന്ദ്രീകരണം നടത്തിയിരുന്നു എന്നും സൂചിപ്പിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നാടിൻ്റെ സ്ഥിതി എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് അന്നത്തെ നാണയങ്ങൾ അതിനുള്ള തെളിവ് തരും. അതുപോലെ അന്നത്തെ അവിടെ നമ്മൾ ഉത്ഖനനം നടത്തുമ്പോൾ കിട്ടുന്ന സാധനങ്ങളല്ലേ, അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവിടുത്തെ ജീവിത രീതി എങ്ങനെയായിരുന്നു എന്ന് അറിയാനായിട്ട് കഴിയും. ലിഖിതങ്ങൾ ഓരോ പണ്ട് കാലത്ത് എഴുതപ്പെട്ടതൊക്കെ കിട്ടുമല്ലേ. അപ്പോൾ അതുപോലെ ഈ നാണയങ്ങളും ലിഖിതങ്ങളും ഒക്കെ സൂചിപ്പിക്കുന്നത് എന്താണ്? അവർക്കത് കാണുമ്പോൾ അറിയാം, അതിലെ നോക്കുമ്പോൾ അറിയാൻ പറ്റും വാണിജ്യ വ്യാപാരം എങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ വളരെ നല്ല വാണിജ്യ വ്യാപാര സ്ഥിതിയായിരുന്നു കുമാരഗുപ്തൻ്റെ കാലഘട്ടത്തുണ്ടായിരുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്ത് സ്കന്ദഗുപ്തൻ. പുഷ്യമിത്രന്മാരുടെയും ഹൂണന്മാരുടെയും ആക്രമണത്തെ കുമാരഗുപ്തൻ്റെ മകനും പിൻഗാമിയുമായ സ്കന്ദഗുപ്തൻ ചെറുത്തു. അപ്പോൾ ശക്തനായ ഒടുവിലത്തെ ഗുപ്ത രാജാവായിരുന്നു ആരെന്ന് പറയുന്നത്? ഈ സ്കന്ദഗുപ്തൻ. ഇദ്ദേഹത്തിന് ശേഷം ഗുപ്ത സാമ്രാജ്യം പിന്നീട് ക്ഷയിക്കാൻ തുടങ്ങി. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ഭാഗങ്ങളായിരുന്ന പ്രവിശ്യകൾ ഓരോന്നോരോന്നായി സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്തു. ഒന്നുകൂടെ നോക്കാം. അപ്പോൾ ഇദ്ദേഹം സ്കന്ദഗുപ്തനാണ് ഏറ്റവും അവസാനത്തെ ഭരണാധികാരിയായിട്ട് ചരിത്രം വിലയിരുത്തുന്നത്. പുഷ്യമിത്രന്മാരുടെയും ഹൂണന്മാരുടെയും ആക്രമണത്തെ എന്ത് ചെയ്തു? കുമാരഗുപ്തൻ്റെ മകനും പിൻഗാമിയുമായ സ്കന്ദഗുപ്തൻ ചെറുത്തു നിർത്തുന്നു. ശക്തനായ ഒടുവിലത്തെ ഗുപ്ത രാജാക്കനായിരുന്നു ആരെന്ന് പറയുന്നത്? രാജാവായിരുന്നു ഈ സ്കന്ദഗുപ്തൻ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് ശേഷം ഈ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ അധപ്പതനത്തിനുള്ള സമയമാണ്. പിന്നീട് ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ഭാഗങ്ങളായിരുന്ന പ്രവിശ്യകൾ ഓരോന്നോരോന്നായിട്ട്
സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയാണ് ഇവർ പ്രധാനപ്പെട്ട രാജാക്കന്മാരാരൊക്കെയായിരുന്നു, അവരുടെ രീതികളൊക്കെ നമ്മൾ മനസ്സിലാക്കാനായിട്ടുള്ളത്. അപ്പോൾ 7ാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. നെക്സ്റ്റ് 8ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇന്ത്യ ബിറ്റ്വീൻ AD 750 1200, അതായത് ഇന്ത്യ 750-നും 1200-നും ഇടയിലുള്ള കാലഘട്ടത്തെക്കുറിച്ചാണ്. അതിലും പ്രധാനപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ വീഡിയോ അടുത്തൊരു ദിവസം ക്ലാസ്സിൽ മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു.